മഹാപണ്ഡിതന്മാർ ഷാഫി, ഹനഫി, ഹംബലി, മാലിക്, അശ്അരി, മാതുരിദി ഈ പണ്ഡിതന്മാരിൽ ഏറ്റവും മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാം ഒത്തു സംബന്ധിച്ചതാണ് എന്ത്? ആ റസൂലുള്ളാഹിന്റെ ജസദുൽ ഷരീഫിനെ തൊട്ട് കിടക്കുന്ന ആ മണ്ണുണ്ടല്ലോ, അത് അഷ്റഫുൽ കായിനാത്തി, ഈ പ്രപഞ്ചത്തിൽ എന്തിനേക്കാളും ഷറഫാക്കപ്പെട്ടതാണ്. ഹത്തമിനൽ കഅബ, കഅബയേക്കാൾ, വൽ അർശി വൽ കുർസി, അതിനേക്കാളും വലിയ ഒന്ന് ഇനി പ്രപഞ്ചത്തിൽ ഇല്ല. അപ്പോൾ ആമിന ബീവിയോ രാജകത്ത് വായ്പണ്ടല്ലോ. ആമിന ബീവി നരകത്തിലാന്നറിയാം പറഞ്ഞ എന്തിനാണ് ചെങ്ങായി പാച്ച കാഫർ നിസ്കരിക്കുന്നു? ജി കാഫറല്ല ചെങ്ങായി, ഉള്ളിൽ ജി കാഫറല്ല. എടാ ലോക പണ്ഡിതന്മാർ ഒത്തു സമ്മതിച്ചതാണ് ഏത് ആ മണ്ണ് എങ്കിൽ മണ്ണ് കൊണ്ട് ഒരു ജസദിനെ ഉണ്ടാക്കി. ആ ജസദിനെ 9 മാസം ഒട്ടിയിട്ട് നടന്നു ആ മണ്ണു പ്രമാണങ്ങൾ എന്തു പറയുന്നുവോ അതാണ് അഹ്ലുസുന്നത്തിന്റെ നിലപാട്. അപ്പൊ നമുക്കറിയാം ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണല്ലോ മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ മകൻ ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ, അതേപോലെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാം, അള്ളാഹുവിനെ കൊള്ളെ അടുത്ത മഹാനായ പ്രവാചകൻ, ഖലീലുല്ലാ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകൻ, ആ പ്രവാചകന്റെ പിതാവ്, അതുപോലെ തന്നെ അന്തിമ പ്രവാചകനായ നമ്മുടെയൊക്കെ ജീവന്റെ ജീവനായ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂ ത്വാലിബ്, ഇവരൊക്കെ മുശ്രിക്കീങ്ങളായിരുന്നു, വിശ്വാസികളായിരുന്നില്ല, നരകത്തിന്റെ അവകാശികളാണ് എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ പറയുന്നുണ്ടല്ലോ. ഈ വിഷയത്തിൽ അഹ്ലുസുന്നത്തിന്റെ നിലപാടെന്താണ്? പ്രമാണങ്ങൾ എന്തു പറയുന്നുവോ അതിന്റെ കൂടെയാണ് അഹ്ലുസുന്നത്ത് നിലകൊള്ളുന്നത്. അപ്പൊ ഈ പ്രവാചകന്മാരുടെ ഭാര്യമാര്, അതേപോലെ അവരുടെ മക്കള്, പിതാക്കള്, പിതൃവ്യന്, ഇവരൊക്കെ നരകത്തിലാണെന്ന് പറയുമ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ സത്യത്തിൽ നമുക്ക് വിഷമമുണ്ട്, നമുക്ക് പ്രയാസമുണ്ട്. പക്ഷെ എന്തു ചെയ്യാൻ? അവരൊക്കെ അവിശ്വാസികളായിട്ടാണ് മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഇസ്ലാമിക പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് അതാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ പ്രമാണങ്ങളുടെ കൂടെയാണ് നിൽക്കേണ്ടത്, അതല്ലാതെ ഒരു വൈകാരികമായ തലം സൃഷ്ടിക്കുകയല്ല വേണ്ടത്. ഇതേപോലെ തന്നെയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവിന്റെ വിഷയവും. എന്താണ് ഹദീസ് എന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇസ്തഅദൻതു റബ്ബി അൻ അസ്തഗ്ഫിറ ലി ഉമ്മി ഫലം യഅദൻ ലി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ എൻ്റെ റബ്ബിനോട് അനുവാദം ചോദിച്ചു. എന്തിനാണ് ഞാൻ അനുവാദം ചോദിച്ചത്? അൻ അസ്തഗ്ഫിറ ലി ഉമ്മി, എൻ്റെ ഉമ്മക്ക് പാപമോചന പ്രാർത്ഥന നടത്താൻ ഞാൻ അനുവാദം ചോദിച്ചു. അല്ലാഹുവേ, ഞാൻ എൻ്റെ ഉമ്മക്ക് വേണ്ടി, അല്ലാഹുവേ നിന്നോട് പൊറുക്കലിനെ ഞാൻ ചോദിച്ചു കൊള്ളട്ടെ, ഞാൻ എൻ്റെ ഉമ്മക്ക് വേണ്ടി പാപമോചനം തേടട്ടെ. അപ്പോഴെന്താണ് ഉണ്ടായത്? ഫലം യഅദൻ ലി, എനിക്ക് അനുവാദം തന്നില്ല. നബിയെ, നിങ്ങൾ ഉമ്മക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്തരുത് എന്നാണ് എന്റെ റബ്ബനോട് പറഞ്ഞത്. ഈ നോക്കൂ നിങ്ങൾ, വസ്തഇദൻതുഹു അൻ അസൂറ ഖബറഹ ഫഅദിന ലി, ഞാൻ എൻ്റെ റബ്ബിനോട് സമ്മതം ചോദിച്ചു, എന്ത് അനുവാദം ചോദിച്ചു? ഞാൻ എൻ്റെ ഉമ്മയുടെ ഖബർ സന്ദർശിക്കട്ടെയോ എന്ന്. അപ്പോൾ ഫഅദിന ലി, എനിക്ക് അനുവാദം തന്നു. അപ്പൊ ഖബർ സന്ദർശിക്കാൻ അനുവാദം തരികയും പാപമോചന പ്രാർത്ഥന നടത്താൻ എനിക്ക് അനുവാദം തരാതിരിക്കുകയും ചെയ്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നവവി വിശദീകരണം നൽകുകയാണ്. എന്താണ് ഇമാം നവവി ഈ മുസ്ലിയാരുടെ ഭാഷയിലാണെങ്കിൽ പറയേണ്ടത്? അവർ മുസ്ലിമീങ്ങളാണ്, അവർക്ക് പാപമോചന പ്രാർത്ഥന നടത്താൻ അനുവാദം കൊടുക്കണം, അല്ലെങ്കിൽ കൊടുക്കാം, പ്രാർത്ഥിക്കാം എന്നൊക്കെയല്ലേ പറയേണ്ടത്. പക്ഷേ അല്ല, ഇമാം നവവി റഹ്മഹുല്ലാഹ് പറയുകയാണ്, ഫീഹി ജവാസു സിയാറത്തിൽ മുശ്രിക്കീന ഫിൽ ഹയാത്തി വഖുബൂരിഹിം ബഅദൽ വഫാത്തി. ഈ ഹദീസിൽ ഉണ്ട്, അനുവദനീയമാണ്, ബഹുദൈവാരാധകരായ ആളുകൾ അവരുടെ ജീവിതകാലത്ത് അവരെ സന്ദർശിക്കൽ അനുവദിക്കപ്പെട്ടതാണ്. ബഹുദൈവ വിശ്വാസികളുടെ ഹയാത്തിൽ, അവരുടെ ജീവിതകാലത്ത് അവരെ പോയി സന്ദർശിക്കൽ അനുവദനീയമാണ്. വഖുബൂരിഹിം ബഅദൽ വഫാത്തി, അവർ വഫാത്തായി കഴിഞ്ഞാൽ അവരുടെ ഖബർ സന്ദർശിക്കലും അനുവദിക്കപ്പെട്ടതാണ്. അപ്പൊ ഇമാം നവവി റഹ്മഹുല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ മുശ്രിക്കീങ്ങളിൽപ്പെട്ട ആളാണ് എന്ന സൂചനയാണ് നമുക്ക് നൽകുന്നത്. സൂചനയല്ല, വ്യക്തത തന്നെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല ഇമാം നവവി റഹ്മഹുല്ലാഹ് തുടരുകയാണ്, ലിഅന്നഹു ഇദാ ജാസത് സിയാറത്തുഹും ബഅദൽ വഫാത്തി ഫഫിൽ ഹയാത്തി ഔലാ, അതായത് വഫാത്തിന് ശേഷം അവരുടെ ഖബർ സന്ദർശിക്കൽ അനുവദനീയമാണെങ്കിൽ ജീവിതകാലത്തിൽ പറയേണ്ടതില്ലല്ലോ, ജീവിതകാലത്ത് അവരെ സന്ദർശിക്കാം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് പറഞ്ഞത്, വസ്വാഹിബുഹുമാ ഫിദ് ദുനിയ മഅറൂഫ. ഇമാം നവവി റഹ്മഹുല്ലാഹ് ആയത്തവിടെ ഉദ്ധരിക്കുകയാണ്, അതെ, മാതാപിതാക്കൾ മുശ്രിക്കീങ്ങളാണെങ്കിലും ബഹുദൈവാരാധകരാണെങ്കിലും ഈ ഭൗതിക ലോകത്ത് നിങ്ങൾ അവരോട് നല്ല രൂപത്തിലാണ് വർത്തിക്കേണ്ടത് എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതകാലത്ത് മുശ്രിക്കീങ്ങളായ മാതാപിതാക്കളെ സന്ദർശിക്കൽ അനുവദിക്കപ്പെട്ടതാണ്. മരണാനന്തരം സന്ദർശിക്കാമെങ്കിൽ ജീവിതകാലത്ത് സന്ദർശിക്കുന്നതിനെ സംബന്ധിച്ച് സംശയമേ ഇല്ല എന്ന് ഇമാം നവവി റഹ്മഹുല്ലാഹ് പറഞ്ഞതിന് ശേഷം അതിന്റെ അവസാനത്തിൽ നമുക്കിങ്ങനെ കാണാം, വഫീഹി അന്നഹ്യു അനിൽ ഇസ്തിഗ്ഫാരി ലിൽ കുഫാരി. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും, കുഫാറുകൾക്ക് വേണ്ടി, ബഹുദൈവാരാധകർക്ക് വേണ്ടി, സത്യനിഷേധികൾക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന പാടില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് ലഭ്യമാണ്, ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും എന്ന് ആര് പറയുകയാണ്? ഇമാം നവവി റഹ്മഹുല്ലാഹ് പറയുകയാണ്. അപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ മുസ്ലിമാണോ? ഇവിടെ ഇമാം നവവി റഹ്മഹുല്ലാഹ് പറഞ്ഞത് എന്താണ്? കുഫാറുകൾക്ക് പാപമോചന പ്രാർത്ഥന വിരോധിക്കപ്പെട്ടതാണ് എന്നല്ലേ?
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് മുസ്ലിമായിട്ടല്ല മരണപ്പെട്ടത് എന്നാണ് മഹാനായ ഇമാം നബവി റഹ്മഹുല്ലാഹ് പറഞ്ഞത്. ഇത് സലഫികൾ പറയുന്നതല്ല, അഹ്ലുസുന്നത്തിന്റെ ഇമാമികൾ പറഞ്ഞതാണ്. മഹാനായ ഇമാം നബവി റഹ്മഹുല്ലാഹ് വീണ്ടും ചർച്ച ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശറഹ് മുസ്ലിം തന്നെയാണ് നിങ്ങൾ ഈ കാണുന്നത്. നേരത്തെ നമ്മൾ വായിച്ചത് 7-ാം വാല്യമായിരുന്നുവെങ്കിൽ ഇത് 3-ാമത്തെ വാല്യം 67-ാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്താണ് അവിടെ ഉള്ളത്? അവിടെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഇമാം നബവി റഹ്മത്തുള്ളാഹി കൊടുക്കുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണത്. ആ ഹദീസ് കൊടുക്കുന്നത് ഒരു അധ്യായത്തിന്റെ താഴെയാണ്. ഏതാണ് ആ അധ്യായം? നിങ്ങൾക്ക് കാണാം. ബാബു ബയാനി അന്നമൻ മാത അലൽ കുഫ്രി ഫഹുവ ഫിന്നാർ വലാ തനാലുഹു ശഫാഅത്തുൻ വലാ തൻഫഉഹു ഖറാബത്തുൽ മുഖറബീൻ. എന്താണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അവിടെ കൊടുക്കുന്ന അധ്യായം? ബാബു ബയാനി അന്നമൻ മാത അലൽ കുഫ്രി ഫഹുവ ഫിന്നാർ. കുഫ്റിൽ മരണപ്പെട്ടവർ അവരെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ബാബ്. അവർ നരകത്തിലാണ്. വലാ തനാലുഹു ശഫാഅത്തുൻ വലാ തൻഫഉഹു ഖറാബത്തുൽ മുഖറബീൻ. അടുത്ത ബന്ധുക്കളുടെ യാതൊരു ഉപകാരവും അവർക്ക് ഉപകരിക്കുന്നതല്ല, അവർക്ക് ഒരു ശുപാർശയും ലഭിക്കുന്നതല്ല എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട ബാബ് കൊടുക്കുകയാണ്. അതായത് കുടുംബ ബന്ധത്തിലുള്ള ആളുകൾ എത്ര തന്നെ ഉന്നതരാണെങ്കിലും കുഫ്റിൽ മരണപ്പെട്ടവരാണെങ്കിൽ അവർക്കൊരു ഉപകാരവും കിട്ടൂല എന്ന ബാബ്. ആ ബാബിന് താഴെയാണ് ഹദീസ് കൊടുക്കുന്നത്. എന്താണ് ഹദീസ്? അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ് ഐന അബി ഖാല ഫിന്നാർ. ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, നബിയെ എന്റെ പിതാവ് എവിടെയാണ് നബിയെ, സ്വർഗ്ഗത്തിലാണോ നരകത്തിലാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ ഫിന്നാർ, നരകത്തിലാണ്. ഫലമാ ഖഫ ദഅാഹു ഫഖാല ഇന്ന അബി വ അബാക ഫിന്നാർ. അങ്ങനെ അയാൾ തിരിഞ്ഞുപോയി, മടങ്ങിപ്പോയി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഇന്ന അബി വ അബാക ഫിന്നാർ. എന്റെ വാപ്പയും നിന്റെ വാപ്പയും നരകത്തിലാണ്, എന്റെ പിതാവും നിന്റെ പിതാവും നരകത്തിലാണ്. ആര് പറയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്റെ ഉപ്പ എന്നാ പറഞ്ഞത്. എന്റെ ഉപ്പ നരകത്തിലാണ്, നിന്റെ ഉപ്പയും നരകത്തിലാണ്. ഇതെവിടെയുള്ളത്? ഇമാം മുസ്ലിമാണ് റിപ്പോർട്ട് ചെയ്തത്. അനസ് റളിയല്ലാഹു അൻഹു ആണ് റാവി. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അതിന് വിശദീകരണം നൽകുകയാണ്. എന്താണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി പറഞ്ഞത്? ഫീഹി അന്നമൻ മാത അലൽ കുഫ്രി ഫഹുവ ഫിന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയെ സംബന്ധിച്ച് പറയുന്ന ഹദീസിന്റെ താഴെയാണ് ചർച്ച. അതെ, കുഫ്റിൽ ഒരാൾ മരണപ്പെട്ടാൽ അയാൾ നരകത്തിലാണ്.